ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. ഇന്നത്തെ ദിവസം ഇന്നലത്തേലും കൂടുതലായിരുന്നു കേട്ടോ. ഇന്ന് മഴ ഭയങ്കര തണുപ്പൊക്കെയാണ്. ഞങ്ങളുടെ വീട്ടുവിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഇന്ന് തിരക്കിട്ട പണിയാണ്. മഴയായിട്ട് ഒരു പണി ചെയ്യാൻ പാടില്ല, പുറം പണി. എന്നാ പിന്നെ അടുക്കളയിൽ അങ്ങ് പണി ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് പൂച്ചകളാ ഇറച്ചി നുറുക്കണ്ടേ. അപ്പൊ ഇറച്ചി നുറുക്കണോടത്ത് പൂച്ചകളുടെ മെനയാണെന്ന് പറയണം. ഇവിടത്തെ ഒന്നും അല്ല, ഇവിടെ ഒറ്റ പൂച്ചയില്ല. അവിടെ കിടന്ന് നൊലോളി കേൾക്കണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ബീഫും മേടിച്ചിട്ടുണ്ട്, ചിക്കനും മേടിച്ചിട്ടുണ്ട്. ഈ മഴ സമയത്ത് എന്തെങ്കിലും തിന്നും കുറിച്ചും മഴയും കണ്ട് അങ്ങ് ഇരിക്കാന്ന് കരുതി. അപ്പോ ഞാൻ ബീഫ് ഏത്തക്ക ഒരു കൊല കിട്ടി. അപ്പോ ബീഫ് ചേർത്ത് വെക്കാന്ന് കരുതിയിട്ടാണ്. വളപ്പിന്ന് ഒന്ന് പോയി മുളക് കുറയ്ക്കാനൊന്നും നേരം കിട്ടിയില്ല. അപ്പോൾ ഒരു കടയിൽ നിന്ന് ബീഫ് വാങ്ങിക്കഴിഞ്ഞപ്പോ മേടിച്ച പച്ചമുളക് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇഞ്ചിയും അങ്ങനെ തന്നെ അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ പൈസ കൊടുത്തങ്ങ് വാങ്ങി. ഇഞ്ചിക്കപ്പോ വില കുറവാണ് കേട്ടാ. കിലോ 100 രൂപയാണ് അല്ലേ. പോത്തനിഞ്ചി അല്ലേ. അപ്പൊ അങ്കിള് ഇറച്ചി നുറുക്കുകയാണ്. ഞാൻ മറ്റു പണികളിലേക്ക് അങ്ങോട്ട് മാറി. അപ്പോ വേണ്ടാണ്ട് എത്ര ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കട്ടെ കേട്ടോ. തരാട്ടാ. ഇട്ട് കിടക്കാം. 3 ഇല്ലേ ഇവിടെ കാണാമല്ലോ. ഇനി ഇവരുടെ നിലവിളിയായിട്ട് അപ്പുറം വരെയിരിക്കാണ്. ബീഫ് കഴുകി വാരിക്കൊണ്ടെന്നൊക്കെ വെച്ചു. കൂട്ടി തിരുമാപാട്. സവാള, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞതൊക്കെ ഒരു ഉരുളിയിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് കല്ലുപ്പിട്ടു. കറിവേപ്പിലയാണ് ഇപ്പൊ ഇടുന്നത്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൂട്ടി തിരുമിയിട്ട് അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇറങ്ങി വന്നിട്ട് ബീഫ് ഇട്ടേച്ചു. അതില് വറുത്ത മല്ലിപ്പൊടി ആണ് ചേർക്കുന്നത്. ഉരുളി എന്നോടൊന്നും ഓടിക്കളിക്കുന്നു. മഞ്ഞൾപ്പൊടി ഇടാണ്.
വറുത്ത മല്ലിപ്പൊടിയാണ്. മുളക് പൊടി കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഇട്ടാൽ മതി. മുളക് പൊടി വറുത്തത്, മസാല ചേർത്തു. അങ്കിളാണ് തിരുമണതേ. അപ്പം ഞാൻ ഓരോരോ കൂട്ടങ്ങൾ എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. മസാലപ്പൊടി ഉണ്ടപ്പെട്ടത്. ബീഫ് ഇടാമാണ് തീരുമാനമായിട്ട്. ഇത് കുറെ കൂടുതലുള്ള പോലെ അങ്ങനെ എന്താ 500 ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ വെച്ചിട്ട്, ഇത്തിരി കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു അരമണിക്കൂർ നേരം ഇത് വെച്ചിട്ടാണ് അടപ്പത്ത് വെക്കുന്നത്. ബീഫ് തിളച്ചിട്ട് കുറേ നേരമായി. അപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ടാണ് ഇത് വേവിക്കുന്നത്. മൂടി വെച്ചാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇളക്കി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്നതാണ്. വെള്ളം വറ്റിയോ ഇല്ലേന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണമല്ലോ. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ലല്ലോ. വെള്ളം ഒഴിക്കാതെയാണ് ഇത് അടപ്പത്ത് വെച്ചത്. അപ്പോൾ ഇത് അടപ്പത്ത് വെച്ചപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് വെക്കണുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ പിന്നെയാണ് വെച്ചത്. വെച്ച നേരത്ത് ഞാനത് വീഡിയോ അടപ്പത്ത് വയ്ക്കാണെന്നുള്ളത് പറഞ്ഞില്ല, തന്നില്ലായിരുന്നു. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ തീയിൽ കിടന്ന് ഏതാണ്ട് ഒരു മണിക്കൂറോളം വേവാനുള്ള വെള്ളം ഇതിനകത്തുണ്ട്. ചെറിയ തീയിലാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ ഇനി വെന്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് എടുത്തിട്ട് ഏത്തക്കായ തൊണ്ട് പൊളിച്ച് വെള്ളത്തിലിട്ടേക്കാണ് അരിഞ്ഞ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ആ ഏത്തക്കായ ഇട്ടാണ് കറി ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ ഇത് വേവട്ടെ, വെന്ത് വെള്ളം വറ്റട്ടെ. അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ വറുത്ത് വെച്ചേക്കാണ്. അതിനി അരച്ചെടുക്കണം. വെള്ളം തൊടിയിക്കാതെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് തേങ്ങ അരപ്പ്. അപ്പോൾ ഏത്തക്കായ ഇടുന്നത് കൊണ്ട് ഇത് ചേർക്കുന്നത് രുചി കൂടും. ഏത്തക്കായ നന്നാക്കി അരിഞ്ഞ് വെള്ളത്തിലിട്ടേക്കാണ്. കറ ഉണ്ടാവുമല്ലോ. മഴ ആയതുകൊണ്ട് ഇത് പറക്കിയെടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ മഴ മാറി നാളെ എങ്ങാനും ചെല്ലുമ്പോഴത്തേനും ഉള്ള പത്രിയൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ കിട്ടുന്ന കായൊക്കെ ഞങ്ങൾ ഓരോ ഉണക്കനുസരിച്ചുള്ള പൊട്ടിച്ചു കൊടുക്കലാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് അങ്കിൾ പൊട്ടിക്കുന്നുണ്ട്. ഇത് ആണ് പച്ചനെ പൊട്ടിച്ചു കൊടുക്കുമെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് തണലിലിട്ട് ഉണക്കിയിട്ട്, നല്ല വെയിലിലിട്ട് ഉണക്കിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടായിട്ട് പിളർന്നിരിക്കും. വെയിലത്തു നിന്ന് തന്നെ എടുക്കുന്നതിന് മുമ്പ് ഈ കായ ഉള്ളിലെ തിങ്ങി അത് രണ്ടായിട്ട് പിളർക്കും പരിപ്പ്. അപ്പോൾ ഇത് തണലിൽ കുറച്ച് നേരം ഉണക്കിയിട്ട് ഒന്ന് വലിഞ്ഞിട്ട് വെയിലിലേക്ക് ഇട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ പച്ചക്കായ പൊട്ടിച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് നല്ല പരിപാടിയാണ്. മറ്റേത് ഉണക്കി കുറച്ച് സൂക്ഷിച്ച് വെച്ച് കഴിയുമ്പോൾ പൂക്കും, പിന്നെ പൊട്ടിച്ച് കഴിയുമ്പോൾ പകുതി പോകും. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തൂക്കവും അതുപോലെ തന്നെ പൈസയുടെ ഇതുമൊക്കെയുടെ കൂടി നോക്കുമ്പോൾ ലാഭം ഇതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇതിൽ ഒരുമാതിരി മൂപ്പെത്താത്ത കായയും ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഒരുമാതിരി തെറിച്ച മൂപ്പെത്താത്ത കായ അങ്ങനെ വാട്ടിയെടുത്ത് ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. മറ്റേതിൽ ആകുമ്പോൾ മുഴുത്ത നല്ല തെറിച്ച മൂപ്പത്തെ കായോടൊപ്പം സൂക്ഷിക്കാനും പറ്റില്ല. അത് കക്ക് കായക്കടെ പോകുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെയാണ് പൊട്ടിച്ചു കൊടുക്കുന്നത്. ഇതൊരു
കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ എന്നാണോ. എക്സ്പോർട്ടിംഗ് ആണിത്. ഇത് ആരാണ് കേട്ടോ എക്സ്പോർട്ടിങ് ചെയ്യണേ? എവിടുന്നാ അത് പോകുന്നത്? എവിടെ? ഇതിപ്പോ ഞങ്ങളുടെ വീടിന്റെ കുറച്ച് മാറിയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ അറിയില്ല കട. അതിനു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു ഇതുപോലൊരു കട. ഇപ്പൊ അവരാ കട നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ജാതിക്കയുടെ നമ്മള് ബീഫിലെ വെള്ളമൊക്കെ വറ്റി. ഇപ്പോ ഇത് നെയ്യാണ് ഈ ഉരുകി യോജിച്ചേക്കണത്. ഇനി ഇത് വേവായിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിലിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ്. വേവായിട്ടുണ്ട്. 10 മിനിറ്റ് നേരം വലിയ തീയിലിട്ട് ഇട്ടത്. 10 മിനിറ്റ് അല്ല, അതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങിയപ്പോഴാണ് കുറച്ച് നേരം ഇതിട്ടിട്ട് ഞാൻ ചെറു തീയിലേക്ക് ആക്കിയത്. അപ്പം ഇനി ഇത് കുറച്ച് ഞാൻ മാറ്റിയിട്ട് ഏത്തക്കായ ഇട്ട് വെക്കാം. അതിനുള്ളതാണിത്. അപ്പോൾ അത് കുറച്ച് മാറ്റണം. ഇറച്ചി കുറച്ച് പകർത്തി മാറ്റിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ തിളപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം ഏത്തക്കായ ഇടാൻ കേട്ടോ. ഏത്തക്ക ഇടാം. പൊടികളൊക്കെ അതിലുണ്ട്. ഇനി ഇത് വേവ കണ്ട് നമുക്ക് തേങ്ങാരപ്പ് മാത്രം ചേർത്താൽ മതി. ഏത്തക്കായ ഇട്ടു മൂടി വെച്ച് വേവിക്കാൻ. തള വന്നു തുടങ്ങി. ഏത്തക്കായ വേവായി. ഇനി തേങ്ങ അരപ്പ് ചേർക്കുകയാണ്. അരച്ചത് എല്ലാനും ഞാൻ എടുത്തിട്ടില്ല. അത് നമുക്ക് ഏകദേശം ഇത് കുറേശ്ശെ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണം. മതിരിപ്പ് വരരുത്. ഞാനിനി ഇതിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഇത് പോരാ. ഏത്തക്കായ ഇട്ടപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഉപ്പൊന്നും ഇട്ടിരുന്നില്ല. പക്ഷെ ഉപ്പ് എനിക്ക് തോന്നുന്നുണ്ട് ഒരു പൊടിയുടെ കുറവേ തോന്നുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ ഞാൻ ഓഫ് ചെയ്തു. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും ഇച്ചിരി കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനത് ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്.